വൈഫിൻ്റെയൊക്കെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട് വൈഫിൻ്റെ ഈ സിനിമയിലുള്ള? അവർക്ക് ഇങ്ങനെ അവരും എന്നെ പോലെ ഒരു സ്വപ്നം പോലെ തന്നെ ആയി പോയിട്ടുണ്ട്. സിനിമകളൊക്കെ ഒരുപാട് വരെയും വീട്ടിനടുത്ത് പോസ്റ്റർ വരികയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിനടുത്തുള്ള പോസ്റ്ററിലൊക്കെ തല കാണുകയൊക്കെ ചെയ്യുമ്പോഴേ അവർക്ക് അങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ വിളിച്ചിട്ട് ഓരോന്നും ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അതെന്താണെന്ന് പിടുത്തമില്ലായികയുണ്ട്. അങ്ങനെ വർക്കും പോയിട്ടുണ്ട്. ഒരാളെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരേ കിടന്ന് പണങ്ങുന്നു. വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിലെ സൗകര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല, പറയുന്നതൊക്കെ ഏറ്റുപിടിച്ചിട്ട് ചെല്ലും എന്നൊക്കെ പറഞ്ഞു. ഒരാൾ നിരന്തരമായിട്ട് വിളിക്കുന്നത് എന്തിനാ അതെല്ലാം ഏറ്റുപിടിക്കണം? നമുക്കാണെങ്കിൽ ഇത്തിരി സ്ഥലമേ ഉള്ളൂ, ഒരു പട്ടിയെ പോലും വളർത്താനുള്ള സ്ഥലമില്ല, എന്നിട്ടാണ് വേറെ ഓരോ കാര്യങ്ങൾ ഏറ്റുപിടിക്കണതെന്നൊക്കെ. അപ്പോൾ ഞാൻ എന്തോന്ന് പറഞ്ഞ് എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു നിരന്തരം ഒരാൾ വിളിക്കുന്നു, എന്തും ചേട്ടൻ ഉണ്ടാ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വിളിക്കാൻ പറഞ്ഞിരുന്നു, ആടിൻ്റെ കാര്യം പറയാനാണ്. ഇനി ഈ പേരും പറഞ്ഞിട്ട് വിളിക്കേണ്ട, വാങ്ങിക്കുകയില്ല, വാങ്ങിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആട് വാങ്ങിക്കാൻ സമ്മതിക്കില്ല, വീട്ടിൽ പട്ടി പൂച്ചയൊക്കെ. അപ്പോഴും എനിക്കും ഞാനും വിശ്വസിച്ചതാണ്. ഞാൻ അങ്ങനെ ആരും ഓർഡർ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടേ, നിങ്ങളൊന്ന് എത്ര പ്രാവശ്യം വിളിച്ചെന്ന് അറിയാം, ഒരു ആർട്ട് ഫിലിമിൻ്റെ ആർട്ട് ഫിലിമിൻ്റെ കാര്യം ചേട്ടനെ കൊണ്ട് ചേച്ചി ഭയങ്കര ചേച്ചി സമ്മതിക്കുകയില്ല ചെയ്യാൻ, അങ്ങനെ ചെയ്യണം. നമ്മൾ വലിയ വലിയ ആട് ചെയ്യണതാണ് ചേട്ടാ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തോ മോശം പണി ചെയ്യുന്ന പോലെ ഒരു തോന്നൽ വന്നു. അതാണ് ഇവരെൻ്റെ അടുത്ത് പിണങ്ങിയത്, ആട് ഏർപ്പാട് ചെയ്യുന്നതുകൊണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ വൈഫ് എങ്ങനെ സിനിമാ നടനായതിനു ശേഷമാണ് കല്യാണം? അല്ല, വളരെ മുമ്പ് കല്യാണം കഴിച്ചല്ലോ, ഈ കോസ്റ്റ്യൂമറായിട്ട് നിൽക്കുമ്പോൾ. അതിന് മുമ്പും കോസ്റ്റ്യൂമർ ചെയ്യുമ്പോൾ തന്നെയാണ്. അത് കാരണം പിന്നെ ഒന്നാമത് എൻ്റെ കോലം അങ്ങനെ, പിന്നെ സിനിമയായിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരിടത്തൊന്നും പെണ്ണും കിട്ടൂല. അല്ല, അതൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താ പെണ്ണ് കാണാൻ പോയപ്പോൾ നെയ്ത്ത് അവിടെ നിന്നിട്ട് വൈഫ് ഒളിഞ്ഞു നോക്കിയെന്ന് അങ്ങനെ എന്താ പറഞ്ഞൊരു കഥയുണ്ടോ? 2-3 ദിവസം ഒരുത്തൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഏത് വൈഫ്? ഒരു തടത്തിലൂടെ ഒരു ഉള്ളിലാണ്. അപ്പോൾ ഇവർ പറയും, നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു, അന്ന് മുമ്പേ പോയ ആളാണെങ്കിൽ കൊള്ളായിരുന്നു, അത് തരവനാ മുമ്പേ പോയത്. ഈ ബ്രോക്കർ എന്നെ വിളിച്ചോണ്ട് പോകും. അപ്പോൾ ഒരു നാട്ടിൻപുറത്ത് അച്ഛൻ്റെ കൂട്ടുകാരതൊക്കെ പറഞ്ഞു വെച്ചിട്ട് വരുന്നത്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇയാളെ എൻ്റെ സ്കൂട്ടിൻ്റെ പുറകെ കയറ്റി പോകും. അപ്പോൾ 2 ദിവസം ഇവരൊരു തറിയൊക്കെ ഉണ്ട് നെയ്ത്ത്, അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയി. ഇവരെ ബന്ധു തന്നെയാണ്, അടുത്തടുത്ത് 2 വീട്ടിൽ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു ആ പ്രദേശത്തെ പോണില്ല. പിന്നെ ചെന്ന് ആദ്യം ഈ നടയെ കൂടെ പോയാൽ വീട്ടിൽ തന്നെ ചെന്നു. അന്നവർ അപ്പോഴേ ഈ വീട്ടിൽ ചെല്ലുമ്പോഴും പറഞ്ഞു, മുമ്പ് എതിരെ പോയല്ലേ ഒരു പെൻസിൽ പോലത്തെ ഒരു പയ്യൻ, വേണ്ട അങ്ങനെ പറയാൻ ധൈര്യമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് പറയാത്തതാണ്. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട് ഇവർ. അപ്പോൾ നമുക്ക് ഈ പെണ്ണ് കാണുന്ന വിശേഷവും അതുപോലെ തന്നെ ആടിൻ്റെ കഥയൊക്കെ കേൾക്കാനായിട്ട് വൈഫിനെ സമാഗമത്തിലേക്ക് വിളിക്കണമല്ലോ. വൈഫ് നേരിട്ട് വന്ന് പറയട്ടെ, നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മിസ്സിസ് ഇന്ദ്രൻസ്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇന്ദ്രൻസ് ഭയങ്കരമായിട്ട് ചിരിക്കണ്ടായിരുന്നു. അതെന്താണ് ചിരിക്കാൻ? അത് പാട്ടാ പാടാൻ പോണെന്നൊക്കെ. അല്ല, അപ്പോൾ കോമഡി വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. സിനിമയ്ക്ക് ആവശ്യമുള്ള കോമഡി ഊർജം കുറേ ഇവിടെ നിന്ന് പറഞ്ഞു തരും. ആണ് സിനിമാ നടനായിട്ട് ഇപ്പോൾ ഇന്ദ്രൻസ് കുറേ സിനിമകളിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു പൊതുവെ അങ്ങനെ കൂടെ യാത്ര ചെയ്യാറില്ല അല്ലേ അധികം? ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടോ? കുട്ടികൾ ചെറുതായിരുന്നു, വെക്കേഷൻ ടൈം വരുമ്പം പിള്ളേർ കോളേജിലൊക്കെ ആയപ്പോൾ പിന്നെ സമയം പല പോകാറില്ല. ഇപ്പോൾ സിനിമയിൽ എല്ലാവർക്കും അറിയാം ഇന്ദ്രൻസ് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരാളാണ്, ദേഷ്യം വരാറില്ല, എല്ലാവരോടും സ്നേഹത്തിൽ. വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്? വീട്ടിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വരുമോ? ചീത്ത പറയുമോ? ചീത്തൊന്നും പറയില്ല, അങ്ങ് ചുമ്മാ എന്തൊക്കെയോ എന്ന് പറയും. ചെറിയ കാര്യത്തിന് ശാഠ്യം പിടിക്കും. ചിലപ്പോൾ നമുക്ക് ഇതിപ്പോൾ വഴക്ക് കേൾക്കും എന്ന് തോന്നുന്നതിൽ ചിലപ്പോൾ കേൾക്കില്ല, വഴക്കേ പറയില്ല. ചിലത് ഒരു കാര്യം കാണില്ല, നിസ്സാര കാര്യമായിരിക്കും, ഭയങ്കരമായിട്ട് വഴക്ക് പറയും. അത് കലാകാരനായതുകൊണ്ടാണ് അല്ലേ? എല്ലാ കലാകാരന്മാർക്കും ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് ചുണ്ടി വരും, അതൊക്കെ ഉണ്ട്. പക്ഷെ അപ്പം തന്നെ തണുക്കും. എന്നിട്ട് ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ സാരി വാങ്ങിച്ചു തരുമോ? സോപ്പായിരിക്കും. അല്ല, പല ആൾക്കാരും അങ്ങനെ ചെയ്യും, പല പെണ്ണുങ്ങളും വെറുതെ ചീത്ത കേൾക്കാൻ വേണ്ടി, ചില സാരി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ആദ്യമായിട്ട് വീട് വെച്ചപ്പോൾ സിനിമാ നടനായതിനു ശേഷമാണോ വീട് വെച്ചത്, അതോ കോസ്റ്റ്യൂമർ ആയിരിക്കുന്ന സമയത്താണോ വീട് വെച്ചത്? കോസ്റ്റ്യൂമർ ആയിരുന്നു വീട് വെച്ചത്.
സ്വന്തം അധ്വാനം കൊണ്ട് അല്ലേ വീട് വെച്ചപ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. അവിടെ താമസമൊക്കെ ആയി കുറച്ച് കഴിഞ്ഞിട്ടാണ് അഭിനയിക്കാനൊക്കെ നല്ല ചാൻസ് ആയത്. ആ വീട്ടിൽ തന്നെയല്ലേ ഇപ്പോഴും താമസിക്കുന്നത്? അല്ല, അത് വേറെ വീട് വഴി ചെറുതായിരുന്നു, അപ്പോൾ അതങ്ങ് കൊടുത്തിട്ട് ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറി. അതും സ്വന്തമായിട്ട് വെച്ച വീട്. അത് മറ്റൊരു സ്വപ്നം അല്ലേ? ആദ്യം ഒരു ചെറിയ സ്വപ്നം, പിന്നെ വലിയ സ്വപ്നം, വലിയ വീട് അല്ലേ? ഇപ്പോൾ മക്കള് രണ്ടുപേരല്ലേ? മോനും മോളും എന്ത് ചെയ്യുന്നു രണ്ടുപേരും? മോളെ കല്യാണം കഴിച്ചു. ദന്തൽ ഡോക്ടറാണ്. ഹസ്ബൻഡ് കോളേജ് ലെക്ചറാണ്. ഇപ്പം എംടെക് കൂടെ എടുക്കാൻ വേണ്ടി ഇപ്പം റിസൈൻ ചെയ്ത് നിൽക്കുന്നത്. പയ്യൻ ബിടെക് കഴിഞ്ഞതേ ഉള്ളൂ. മോൻ എവിടെ പഠിച്ചത്? എന്തായാലും മക്കളൊക്കെ പഠിക്കാൻ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ പഠിക്കാൻ മോശമായതുകൊണ്ടായിരുന്നു സിനിമയിൽ വന്ന് രക്ഷപ്പെട്ടത് അല്ലേ? മക്കൾ പഠിക്കാൻ മിടുക്കരായതുകൊണ്ട് ആ വഴിക്ക് പോട്ടെ അല്ലേ? എന്തായാലും എന്താണ് ഒരു ദൗർബല്യം? ഇപ്പം ഞങ്ങൾ കേട്ടിടത്തോളം പാവമാണ്, സൗമ്യമാണ്, അതാണ് ഇപ്പം ദേഷ്യം വരുമെന്ന് പറഞ്ഞിടക്ക്. എന്നാലും അതല്ലാതെ അങ്ങനെയൊന്നുമില്ല. ഞാൻ തിരിഞ്ഞിരിക്കാം കേൾക്കണ്ട അല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ വേണ്ടിയുള്ള ഒന്നുമില്ല. ഒരു സ്നേഹസമ്പന്നനായ ഭർത്താവ് അല്ലേ? പക്ഷെ എന്നാലും സിനിമാനായിട്ട് തിരക്കെ പിടിച്ച് ഇങ്ങനെ ഓടുമ്പോൾ വീട്ടിൽ വരണില്ല എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാടുണ്ടാവും. ചെറുതല്ലേ, കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ പിന്നെ ഒരുപാട് ദിവസമൊക്കെ ആകുമ്പോൾ ഒരു ഉള്ളിലൊരു ഭയോ, കുട്ടികളും ചെറുതല്ലേ. ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല. ഇല്ലാതെ കുറച്ച് ഒരു ദൂര യാത്രയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇന്ദ്രൻസ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആദ്യം വളരെ മെലിഞ്ഞായിരുന്നു, ഇപ്പോഴും മെലിഞ്ഞിട്ട് തന്നെയാണ്. എന്നാലും ഇപ്പോൾ ഈ മെലിയുന്നതിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്? അത് ഞാൻ ഭക്ഷണം കൊടുക്കില്ല എന്നാണ് പൊതുവെ പറയുന്നത്. എങ്ങനെയാണ് അതല്ലേ തിന്നാൻ തന്നാലല്ലേ അതല്ലേ? പക്ഷെ എന്നാലും വീട്ടിലേക്ക് എങ്ങനെ ആഹാരം ഒരുപാട് കഴിക്കുമോ? ഇല്ല, രാവിലെ ദോശ ഇഡ്ഡലിയാ, ചീയൂണ്, മീനാണെങ്കിൽ നെത്തോലി മാത്രം. അപ്പം അത് സ്വന്തം നത്തോലി പോലെ ഇരിക്കുന്നോണ്ടാണോ? അത് കഴിക്കുള്ളൂ. അത് ശരി, അത് കൊള്ളാം. അത് മമ്മൂട്ടിക്കും നത്തോലി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണോ? സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണോ നത്തോലി? ഇറച്ചിയും വലിയ മീനൊന്നും കഴിക്കില്ല. അത് ശരി. ഇന്ദ്രൻസ് ഈ സിനിമ ഷൂട്ടിംഗ് അതല്ല ഈ പറഞ്ഞ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്താണ് മെയിൻ പരിപാടി? വീട്ടിലെ പണികളൊക്കെ ചെടിയൊക്കെ നോക്കും. ആണല്ലേ? പിന്നെ ചവറല്ലോ കൊണ്ടെങ്കിൽ നീക്കിയിട്ട് കത്തിച്ച് എല്ലാം ക്ലീൻ ആക്കും. എന്താ പറയുക, കോസ്റ്റ്യൂം ഡിസൈനർ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ മക്കൾക്കും വൈഫിനൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ സമയം കിട്ടുന്നിടത്തോളം തയ്ക്കും. എല്ലാ സൗകര്യം അവിടെ തന്നെ. ഓ ശരി ശരി. സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടോ വീട്ടിലുണ്ടോ? വീട്ടിലില്ല, അടുത്ത് തന്നെയാണ്. തിരക്ക് ഞാൻ ഒത്തിരി സമയം ഉണ്ടെങ്കിൽ പറയും, ഒരുപാട് സമയം കിട്ടണമെങ്കിൽ പറയുമ്പോൾ അവനിമാരെ കുറെ കട്ട് ചെയ്യാനൊക്കെ ഉള്ളത് അവിടെ കൊണ്ടുതരും. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കും. പഠിച്ച തൊഴിലിടക്ക് ഓർമ്മിക്കാൻ വേണ്ടി. ഇത്ര വർഷത്തെ ഇന്ദ്രൻ്റെ ജീവിതം കൊണ്ട് സംതൃപ്തനാണ്? ആഗ്രഹിച്ചതിനേക്കാൾ ഒരുപാട് ദൈവം തന്നു അല്ലേ? എന്താ കൊതിച്ചിട്ടുള്ളതും പ്രാർത്ഥിച്ചിട്ടുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ആവണം എങ്കിലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇനി എന്താണ് ഒരു ആഗ്രഹം? നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. ഇനി ചെയ്യാന്നുള്ളതാണല്ലേ? വെറുതെ ഒരു നാഷണൽ അവാർഡ് വാങ്ങിക്കാം. അത് കിട്ടിയാൽ ഇല്ലെങ്കിലും നല്ല കഥാപാത്രങ്ങളെ സിനിമ സംവിധാനം ചെയ്യണമെന്ന് പോകുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, നല്ല സിനിമ ഇഷ്ടമാണ്. അത് കാണുമ്പോൾ അയ്യോ ഇതുപോലെ ചെയ്തെങ്കിൽ അങ്ങനെ തോന്നിപ്പോകും. എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നാറുണ്ട് ഇന്ദ്രൻസിൻ്റെ കാര്യത്തിലേക്ക്. വേറെ ഒന്നുമല്ല, ഒരു നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ടെക്നീഷ്യൻ അയാൾ പരിശ്രമം കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി അല്ലേ? ആ ഒരു ഇതിൽ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഇന്ദ്രൻസ് എന്നുള്ള നടൻ അല്ലെങ്കിൽ കലാകാരൻ വളർന്നു. അതിൽ തീർച്ചയായിട്ടും കുടുംബത്തിനും സന്തോഷിക്കാം, നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ സമാഗമം തീർച്ചയായിട്ടും ധന്യമായൊരു സമാഗമമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിലധികം സന്തോഷമുണ്ട്. ഈ സമാഗമത്തിൽ ഇങ്ങനെ കുടുംബവും എല്ലാവരും കൂടി ഒരുമിച്ച് വന്നതിലും വലിയ സന്തോഷമുണ്ട്.